ഇറാന്റെ ആത്മീയ നേതാവായിരുന്ന ആയത്തുള്ള അലി ഖംനായിയുടെ മരണാനന്തര ചടങ്ങ് നാളെ ആരംഭിക്കും. പ്രാഥമിക ചടങ്ങ് ഇന്ന് ആരംഭിച്ചു. അതിൻ്റെ ഔദ്യോഗിക ചടങ്ങ് നാളെ മുതൽ 5 ദിവസം 9-ാം തീയതി അവസാനിക്കുന്ന തരത്തിലാണ് തീരുമാനിക്കപ്പെട്ടത്. അദ്ദേഹത്തിൻ്റെ മകനായിരിക്കുന്ന മൊജ്തബ അലി ഖംനായി ഈ ചടങ്ങുമായിട്ട് ബന്ധപ്പെട്ട് നേതൃത്വം നൽകും എന്നുള്ള കാര്യം പുറത്തു വന്നിരിക്കുകയാണ്. ഖമനയുടെ രക്തസാക്ഷിത്വത്തിന് പകരം ചോദിക്കുമെന്ന് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇറാന്റെ പ്രസിഡന്റ് മസൂദ് പസഷ്കിയാൻ തന്നെ പ്രഖ്യാപിച്ചു. ഖമനയുടെ രക്തത്തിന് തീർച്ചയായിട്ടും ഇറാൻ പകരം ചോദിക്കുക തന്നെ ചെയ്യും. യുദ്ധത്തിൽ ഇസ്രായേലും അമേരിക്കക്കും നാം പറ്റുപോയിട്ടുണ്ട് എന്നുള്ള കാര്യം ലോകത്തിന് അറിയാവുന്നതാണ്. ഞങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. മിഡിൽ ഈസ്റ്റിലെ അവരുടെ സർവാധിപത്യം തങ്ങൾ തകർത്തെറിഞ്ഞു. ഹോർമുസിൻ്റെ നിയന്ത്രണം പൂർണ്ണമായ രീതിയിൽ തങ്ങളിലേക്ക് കൈവശം വരികയും ചെയ്തു. അവിടെ പിരിവ് നടത്തി തന്നെയാണ്, അല്ലെങ്കിൽ അത് ടോള് വാങ്ങി തന്നെയാണ് ഇപ്പോഴും കപ്പൽ കടന്നു പോകുന്നത്. തങ്ങളുടെ ഏകദേശം 30 മുതൽ 37% പെട്രോളും ഈ സമയങ്ങളിൽ വിൽപ്പന നടത്തുകയും ചെയ്തു. ശേഷിക്കുന്നത് ഘട്ടം ഘട്ടമായിട്ട് തങ്ങൾ വിൽക്കുകയും ചെയ്യും. മൊസാദ് ഏജന്റുമാരെ ഇതിനോടനുബന്ധിച്ച് പിടികൂടുകയും അത് ഇറാന്റെ നേതാക്കന്മാരെ അപായപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിയിട്ടുണ്ട് എന്ന് തങ്ങൾക്ക് ബോധ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ തന്നെ സുരക്ഷാ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങൾ വളരെ കൃത്യതയോടുകൂടി തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത്. മുജ്തബ അലി ഖംനായി ഏത് മേഖലയിൽ എപ്പോഴാണ് പ്രത്യക്ഷപ്പെടുക എന്നതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകിയിട്ടില്ല. നേതൃത്വ നിരയിൽ അദ്ദേഹം ഉണ്ടാകും എന്നുള്ള കാര്യം പറയുകയും ചെയ്തിട്ടുണ്ട്. മാത്രവുമല്ല, ഈ അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ഒരു നിർദ്ദേശം, അല്ലെങ്കിൽ അവർ ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട വളരെ പ്രധാനമായിരിക്കുന്ന ചില സന്ദേശങ്ങൾ കൈമാറിയിട്ടുണ്ട്. അത് ഇങ്ങനെയാണ് പറയുന്നത്: വളർത്തു മൃഗങ്ങളോട് മിണ്ടാതിരിക്കാൻ പറയണമെന്നും അവരെ നിയന്ത്രിച്ചിട്ടില്ല അതിൻ്റെ ഭവിഷ്യത്തുകൾ നിങ്ങളും കൂടി അനുഭവിക്കേണ്ടി വരും എന്നുള്ളതാണ്. അത് ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാജിയാണ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞത്. കാര്യം എന്ന് വെച്ചാൽ, ഇറാന്റെ നേതാക്കന്മാരെ അപായപ്പെടുത്താനുള്ള ശ്രമങ്ങൾ തങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് എന്നോ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ തങ്ങൾ ശ്രദ്ധ ചെലുത്തുന്നുണ്ടോ എന്നോ ഇസ്രായേലിൻ്റെ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് പറഞ്ഞതുമായി ബന്ധപ്പെട്ടതിൻ്റെ പ്രതികരണമായിട്ടാണ് ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാജി ഈ കാര്യങ്ങൾ പറഞ്ഞത്. മേഖല വളരെ കൃത്യതയോടുകൂടി വളരെ സുരക്ഷിതമായിരിക്കുന്ന സംവിധാനത്തോട് കൂടിയിട്ടാണ് രാജ്യത്തുടനീളം അതിൻ്റെ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. 3-4 തരത്തിലുള്ള സൈനികർ രാജ്യത്തുടനീളം വിന്യസിച്ചിട്ടുണ്ട് എന്നുള്ളതും മുൻപ് ആയത്തുള്ള അലി ഖൊമേനിയുടെ, അതായത് ഇറാൻ സ്ഥാപിക്കപ്പെട്ട സ്ഥാപക നേതാവായിരിക്കുന്ന ആദ്യത്തെ ഇറാൻ്റെ ആത്മീയ നേതാവായിരിക്കുന്ന ആയത്തുള്ള അലി ഖൊമേനിയുടെ മരണാനന്തര ചടങ്ങിലും അതോടൊപ്പം തന്നെ അവിടെ സൈനിക മേധാവിയായിരുന്ന ഖാസിം സുലൈമാനി ബാഗ്ദാദിൽ വെച്ച് കൊല്ലപ്പെട്ടതോടനുബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ മരണാനന്തര ചടങ്ങിലും വലിയ രീതിയിൽ തിക്കും തിരക്കും ഉണ്ടായിട്ടുണ്ട്. അതിൽ ഏകദേശം 12 മുതൽ 35ഓളം ആളുകൾ കൊല്ലപ്പെടുകയും ചെയ്തു. അത്തരമൊരു സാഹചര്യങ്ങളും അവസ്ഥകളും ഇല്ലാതിരിക്കാനുള്ള വലിയ ശ്രമങ്ങൾ നിലവിലെ സാഹചര്യത്തിൽ ഇറാൻ ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതും വൻ സുരക്ഷയാണ് ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഇതിനാൽ ഒരുക്കിയിരിക്കുന്നത്. ഓരോരോ ഭാഗത്തും പ്രത്യേകമായ രീതിയിൽ ജനങ്ങളുമായിട്ട് ബന്ധപ്പെടാനും അത് അവർക്ക് മരണാനന്തര ചടങ്ങുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വീക്ഷിക്കാനും വേണ്ടിയിട്ട് ശ്രദ്ധാപൂർവം തന്നെ കാര്യങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ട് എന്നും അദ്ദേഹം പറയുന്നു. ഇറാനിലും ഇറാഖിലും മൃതദേഹം പ്രദർശിപ്പിക്കുകയും ജന്മനാട്ടിലായിരിക്കുന്ന മഷാദിൽ അടക്കം ചെയ്യുകയും ചെയ്യും. 9-ാം തീയതിയാണ് പ്രാഥമിക ചടങ്ങുകൾ ആരംഭിച്ചു. നാളെ ഔദ്യോഗികമായിരിക്കുന്ന 4-ാം തീയതി ഔദ്യോഗികമായിരിക്കുന്ന ചടങ്ങുകൾ ആരംഭിക്കുകയും ചെയ്യും. അമേരിക്കയുടെ സ്വാതന്ത്ര്യ ദിനം, ആ ദിനത്തിൽ തന്നെയാണ് ഈ ചടങ്ങ് ആരംഭിച്ചത് എന്നൊരു പ്രത്യേകത ഉണ്ട്. വളരെ തന്ത്രപരമായ രീതിയിലാണ് ഇറാൻ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇടപെടലുകൾ നടത്തിയത്. അതുകൊണ്ടാണ് അവരുടെ സ്വാതന്ത്ര്യ ദിനത്തിൽ അവരൊരിക്കലും ആക്രമിക്കില്ല. മാത്രമല്ല, അവരുടെ സ്വാതന്ത്ര്യ ദിനത്തിൽ അവരുടെ സൈനികർ കൊല്ലപ്പെടുകയോ അവരുടെ ആയുധ സംവിധാനത്തിൽ എന്തെങ്കിലും നാശനഷ്ടങ്ങളോ ഉണ്ടാക്കി കഴിഞ്ഞാൽ രാജ്യത്തിൻ്റെ അകത്ത് തന്നെ ഡൊണാൾഡ് ട്രംപിനെതിരെ വലിയ രീതിയിൽ പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും ഉണ്ടാവും എന്ന് മനസ്സിലാക്കിയിരിക്കുന്ന ഇറാൻ തന്ത്രപൂർവ്വം 4-ാം തീയതിയിലേക്ക് വെച്ചു. ഖത്തറിൽ വെച്ചുള്ള ചർച്ചയുമായിട്ട് ബന്ധപ്പെട്ട് മധ്യസ്ഥരോട് ഒരാഴ്ച എങ്കിലും പൂർണ്ണമായിരിക്കുന്ന വെടിനിർത്തൽ വേണമെന്ന് അമേരിക്കയാണ് നിർദ്ദേശിച്ചത്. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ നിർദ്ദേശ കാര്യങ്ങളൊന്നും വെച്ചിട്ടില്ല. ചർച്ചാ സംബന്ധമായിരിക്കുന്ന കാര്യത്തിനല്ല അങ്ങോട്ട് പോയത്. അമേരിക്കയുമായിട്ട് ചർച്ചയോട് നടത്തിയിട്ടുമില്ല. പക്ഷേ അമേരിക്കയുടെ പ്രതിനിധി സംഘം ഖത്തറിനോട് പറഞ്ഞിരിക്കുന്ന കാര്യം, സ്വാതന്ത്ര്യ ദിനവുമായിട്ട് ബന്ധപ്പെട്ട വലിയ ആചാര അനുഷ്ഠാന പരിപാടികളൊക്കെ ഉണ്ട്. പല ലോക രാജ്യങ്ങളും അമേരിക്ക സന്ദർശിക്കുന്നുണ്ട്. ദേശീയ പതാക ഉയർത്തിക്കൊണ്ട് സത്യപ്രതിജ്ഞ ചെയ്യാനുണ്ട്. അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിനിടയിൽ ഇത്തരം ഒരു യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് സാരമായിട്ട് ബാധിക്കും എന്നതിനാൽ അടിയന്തരമായ രീതിയിൽ എന്ത് ചെയ്യണം, ഇവിടെ ഈ വെടിനിർത്തലുമായിട്ട് ബന്ധപ്പെട്ട കാര്യം നടക്കണം എന്ന് തന്നെ അവർ പറഞ്ഞിട്ടുണ്ട്. 5 സ്ഥലങ്ങളിലാണ് മരണാനന്തര ചടങ്ങുകൾ നടത്താൻ വേണ്ടിയിട്ട് ഇറാൻ തീരുമാനിച്ചത്. അത് ഇറാനും ഇറാഖുമുണ്ട്. ഇറാനിലെ തെഹ്റാൻ, ഖൂം എന്ന നഗരം, പിന്നീട് മഷാദ് എന്ന് പറയുന്ന നഗരം.
ഇറാഖിൽ നജഫ്, കർബല എന്ന നഗരം, ഈ 5 സ്ഥലങ്ങളിലാണ്. തെഹ്റാനിലും കൂമിലും കഴിഞ്ഞതിന് ശേഷം നേരെ ഇറാഖിലേക്കാണ് പോവുക. ഇറാഖിൽ നജഫിലും കർബലയിലും കഴിഞ്ഞിട്ട് പിന്നീട് മഷാദിലേക്ക് തിരിച്ചു വന്നിട്ട് അവിടെ ഇമാം റിസ ദർഗയ്ക്ക് സമീപമാണ് അടക്കം ചെയ്യുക എന്നുള്ളതാണ് തീരുമാനം. കർബലയെ സംബന്ധിച്ചിടത്തോളം, ഷിയാ വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട സ്ഥലമാണ്. ഏറ്റവും അവർ ബഹുമാനിക്കുന്ന, ആദരിക്കുന്ന പ്രദേശമാണ്. അതുകൊണ്ട് അവിടെ തലസ്ഥാനമായിരിക്കുന്ന ഈ ബാഗ്ദാദിൽ നടത്തണമെന്ന് തീരുമാനിച്ചിരുന്നു. അത് ഒഴിവാക്കി കർബലയിലേക്ക് മാറ്റുകയാണ് ചെയ്തത്. ക്രിസ്താബ്ദം 680 ഇമാം ഹുസൈൻ രക്തസാക്ഷിത്വം വഹിച്ചത് ഇവിടെ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട്. അതാണ് കർബല രക്തസാക്ഷിത്വം എന്നാണ് അവരതിനെ അറിയപ്പെടുന്നത്. അതുകൊണ്ട് അവിടെ വലിയ രീതിയിലുള്ള ഈ പ്രദർശനവും അതുപോലെ തന്നെ കർമ്മകാര്യങ്ങളൊക്കെ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇമാം ഹസൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ സഹോദരൻ 50-ാം ഹിജ്റ വർഷത്തിലാണ്, അതായത് ക്രിസ്താബ്ദം 670 മദീനയിൽ വെച്ച് കൊല്ലപ്പെടുകയോ അതല്ലെങ്കിൽ മരണപ്പെടുകയോ ചെയ്തു എന്നുള്ളതാണ്. അത് വിഷം നൽകി കൊല്ലപ്പെട്ടതാണ്, മരണപ്പെട്ടതാണ് എന്ന റിപ്പോർട്ടും കാണാൻ വേണ്ടി സാധിക്കുന്നത്. ജന്നത്തുൽ ബഖീലാണ് ഇമാം ഹസൻ മറവ് ചെയ്യപ്പെട്ടത്. ഇമാം ഹുസൈൻ കർബലയിലാണ് മറവ് ചെയ്യപ്പെട്ടത്. അപ്പോൾ ഈ ചരിത്രപരമായിരിക്കുന്ന ഒരു സ്ഥലമായതുകൊണ്ട് കർബല ഒഴിവാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ബാഗ്ദാദ് ഒഴിവാക്കി കർബലയിലേക്ക് മാറ്റിയത് എന്നുള്ളതാണ്. കർബലയെ സംബന്ധിച്ചിടത്തോളം യസീദിൻ്റെ അതിൻ്റെ ചരിത്രത്തിൻ്റെ ഭാഗങ്ങളൊക്കെ ഈ റിപ്പോർട്ട് വിവരിച്ചതോടനുബന്ധിച്ച് പറയുന്നുണ്ട്. കർബലയിൽ ഇമാം ഹുസൈൻ യസീദിൻ്റെ ഭരണകൂടവുമായി ഏറ്റുമുട്ടി ഖിലാഫത്തിൻ്റെ തുടർച്ചയാണ് അവർ എന്ന് പറഞ്ഞു. എന്നാൽ ഇവരത് അംഗീകരിച്ചിട്ടില്ല, യുദ്ധത്തിലേക്കെത്തി. അങ്ങനെ അവിടെ വെച്ചിട്ടാണ് കൊല്ലപ്പെടുന്നത്. ഷിയാ ചരിത്രത്തിലെ ഏറ്റവും വലിയ ദുരന്തമായിട്ടാണ് ഇമാം ഹുസൈൻ്റെ ദുരന്തവും മരണവും യുദ്ധവും അവർ കണക്കാക്കുന്നത്. ഭരണ സംബന്ധമായ കാര്യങ്ങൾ, അതായത് യസീദിൻ്റെ ഭരണത്തോട് ഇപ്പോഴും അന്നും ഈ ഷിയാ വിഭാഗത്തിന് അംഗീകാരമില്ലായിരുന്നു, അല്ലെങ്കിൽ അവർ ആ ഭരണകൂടത്തെ അംഗീകരിച്ചിട്ടില്ല. അപ്പോൾ ഇത് പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അതിൻ്റെ ഒരു തുടർച്ച തന്നെയാണ് ഉണ്ടായത് എന്ന് അവരത് അനുമാനിക്കുന്നു. അവിടെ നേതൃത്വ നിരയിൽപ്പെട്ട പല ആളുകളും രക്തസാക്ഷിത്വം വഹിച്ചവരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആയത്തുള്ള അലി ഖംനായുടെ ഈ രക്തസാക്ഷിത്വവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ അങ്ങനെ ഒരു തുടർച്ച നോക്കുന്ന സമയത്ത് അവർക്കത് വിഷയമില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. ഇറാൻ്റെ ചരിത്രം മാറി മറിയുകയാണ്, ലോകത്തിൻ്റെ ചരിത്രവും. അത് ഇതുവരെയുള്ള അമേരിക്കയുടെ സൈനികാധിപത്യവും സർവാധിപത്യത്തിനും മുറിവേറ്റിരിക്കുന്നു. അവർ ഉയർത്തെഴുന്നേൽക്കുക എന്ന് പറഞ്ഞാൽ ഇനി പ്രയാസമാണ്. ഇറാൻ സംഘശക്തിയായിട്ട് തന്നെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്നുള്ളത് മാത്രമല്ല, ഇറാനോടൊപ്പം ചേർന്ന് നിൽക്കാൻ വേണ്ടി ഒരുപാട് രാജ്യങ്ങൾ നിലനിൽക്കുന്നു എന്നുള്ളതും ഇപ്പോൾ തന്നെ ഒരു ഏകോപന സംവിധാനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. തുർക്കി അടക്കം ഇറാനോടൊപ്പം ചേർന്നിട്ടുണ്ട് എന്ന റിപ്പോർട്ടും കാണാൻ വേണ്ടി പറ്റുന്നു. പൗരാണിക ചരിത്രത്തിൽ ഇസ്രായേലിനെ ശത്രുവായി കാണുന്ന വിഭാഗങ്ങളെല്ലാം ഇറാനോടൊപ്പം ചേർന്ന് നിൽക്കണം എന്നൊരു പ്രസ്താവന ഇതിൻ്റെ ഇടയിൽ തന്നെ പുറത്തു വന്നിരുന്നു. അതൊരു ഔദ്യോഗിക പ്രസ്താവന ആയിട്ടല്ല, പ്രാദേശിക തലത്തിലാണ് ആ റിപ്പോർട്ടുകളൊക്കെ പുറത്തു വന്നത്. അതിനാൽ തന്നെ അതിന് വലിയ രീതിയിലുള്ള പ്രാധാന്യം ഉണ്ടായിരുന്നു. പിന്നീട് അതേക്കുറിച്ചിട്ട് പ്രവൃത്തി മാത്രമാണ് നടന്നത്, ഈ പ്രചരണം കുറച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ പല അറേബ്യൻ രാജ്യങ്ങളും ഈ ചേരി നയം പോലെയുള്ള ഒരു സംവിധാനങ്ങൾ, അമേരിക്കയോടൊപ്പം ചേർന്ന് നിൽക്കുക എന്ന് പറഞ്ഞാൽ ഒരു ചേരി നയമാണ്. അതേപോലെ തന്നെ റഷ്യയോടൊപ്പം ചേർന്ന് നിൽക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ചേരി നയം. സമാനമായ രീതിയിൽ ഇറാൻ ചേരിയായിട്ട് ഒരു സംവിധാനമായിട്ട് മാറ്റിയിരിക്കുന്നു എന്നുള്ളതും അതോടൊപ്പം പല രാജ്യങ്ങളും ചേർന്നിരിക്കുന്നു എന്നും കൂടി നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഏതായിരുന്നാലും ആയത്തുള്ള അലി ഖംനായുടെ മരണാനന്തരത്തിന് ശേഷം വലിയ രീതിയിലുള്ള രാഷ്ട്രീയ മാറ്റം ലോക രാഷ്ട്രീയത്തിൽ ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല.